മനുഷ്യർ അവരുടെ ഒരുപാട് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സത്യങ്ങളും ഒരുപാട് ഇമോഷൻസ് ഒക്കെ കുറെ നാൾ ഇങ്ങനെ ഉള്ളിലൊതുക്കി ജീവിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം എത്തുമ്പോൾ അത് സഹിക്കാനാവാതെയാവുന്ന ഒരു അവസ്ഥയിലെത്തും. ഈ അണക്കെട്ടിൽ പരിധിയിലധികം വെള്ളം നിറയുന്നത് പോലെ പിന്നെ അത് പൊട്ടി ഒഴുകും. അത്തരത്തിൽ ഹൃദയം പൊട്ടി ഒഴുകിയ രണ്ട് മനുഷ്യരുടെ കഥയാണ് ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി രചനയും സംവിധാനവും നിർവഹിച്ച് ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളെത്തിയ ഉള്ളൊഴുക്കിനെ കുറിച്ചാണ് ഇന്ന്. എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോട് ഇങ്ങനെ? ഈ സിനിമ എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു കനത്ത മഴയുള്ള ദിവസം കുട്ടനാട്ടിലെ ഒരു വീട്ടിൽ നമുക്ക് വേറെ എങ്ങും പോകാനാവാത്ത വിധം ചെന്ന് അകപ്പെട്ടു പോയൊരവസ്ഥ. ആ വീട്ടിലെ ജനലിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഉള്ളൊഴുക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ തീർന്നു കഴിഞ്ഞും കുറച്ചു നേരം സീറ്റിൽ ഇങ്ങനെ ഇരുന്നു പോയി കേട്ടോ. കിടിലൻ സ്ക്രിപ്റ്റ്, ഗംഭീര പെർഫോമൻസ്. ഞാനാണ് ജൂറിയെങ്കിലും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉർവശിക്കും പാർവതിക്കും ഒരുപോലെ പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യും. അജ്ജാതി അഭിനയം. ഈ സിനിമയിൽ ഉർവശി, പാർവതി എന്നീ താരങ്ങളെ കാണാനേ ഇല്ല. പകരം അഞ്ജുവിനെയും ലീലാമയും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഉർവശി തകർക്കുമെന്ന് നമുക്കറിയാം. ഒരു സിനിമ മുഴുവനായിട്ട് വിഴുങ്ങാൻ കഴിവുള്ള ഒരു കലാകാരിയാണ് ഉർവശി. എന്നാൽ ഈ സിനിമയിൽ പാർവതിയും ഞെട്ടിച്ചു കളഞ്ഞു. ഈ ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയില്ലേ, അത്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഹെവി ആയിട്ട് ഡയലോഗുകളൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ കലഹിക്കുന്നു. അതുപോലെ ചിലയിടങ്ങളിൽ അവർ പരസ്പരം ഹേർട്ട് ചെയ്യുന്നു. എന്നാൽ അതേസമയം ഡയലോഗുകൾ ഒന്നുമില്ലാതെ ഭാവം കൊണ്ട് മാത്രം രണ്ടുപേരും നടത്തുന്ന ചില പ്രകടനങ്ങളുണ്ട്. സബ്റ്റിൽ ഇമോഷൻസ്. ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉർവശിയുടെ ഭാവം കൊണ്ട് മാത്രം എന്താണ് ആ സീനിൽ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കൂടി മനസ്സിലാകും. അത്തരത്തിലാണ് രണ്ടു പേരുടെയും ചില എക്സ്പ്രഷൻസ് ഒക്കെ. അഭിനയ രാക്ഷസികൾ എന്ന് പറയാതെ വയ്യ. അവർ മാത്രമല്ല, അവരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാ താരങ്ങളും. ഇപ്പം ഭർത്താവായിട്ട് അഭിനയിച്ച പ്രശാന്ത് മുരളി, പുള്ളിയുടെ സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവാണ്, പക്ഷെ ഹെവി ക്യാരക്ടറാണ്. ഒരു സീനിൽ, ഒരൊറ്റ സീനിൽ ചെറിയൊരു എക്സ്പ്രഷൻ കൊണ്ട് മാത്രം പുള്ളി എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ രാജീവായിട്ട് വന്ന അർജുൻ രാധാകൃഷ്ണന്റെയും പ്രകടനം എടുത്തു പറയണം. എനിക്ക് തോന്നുന്നു ആ നടനെ ഒന്നും മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന്. രാജീവിന്റെ നിസ്സഹായതയും അതുപോലെ തന്നെ പുള്ളിയുടെ സാഹചര്യവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകന് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയാവുന്ന ആ ഒരു അച്ഛനായിട്ട് വന്ന അലൻസിയറിന്റെ പ്രകടനവും കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ജയാക്കുറുപ്പ്, പിന്നെ ഉർവശിയുടെ മകളായിട്ട് വന്ന നടി, അനിയത്തിയായിട്ട് വന്ന സിസ്റ്ററായിട്ട് വന്ന നടി, എല്ലാവരും പൊളിയായിരുന്നു. ഈ സിനിമയിലെ മഴക്കാലം തന്നെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. പ്രത്യേകിച്ച് മെയിൻ ക്യാരക്ടേഴ്സിന്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കടുത്തു പെയ്യുന്ന മഴ അവരുടെ ഉള്ളിലെ എല്ലാം ഒഴുകി കഴിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പെയ്തൊഴുകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സുഷിൻ ശ്യാമിന്റെ സംഗീതമാണ് അടുത്തായിട്ട് എടുത്തു പറയാനുള്ളത്. ഈ സ്കോർ എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ബീജിയം ഉണ്ടെന്ന് പോലും നമ്മൾ അറിയില്ല. അതുപോലെ തന്നെ ചില സീൻസിലെ പശ്ചാത്തല സംഗീതത്തിന്റെ ആവശ്യമേ ഇല്ല. അപ്പം ഇതേ സീന് എ.ആർ. റഹ്മാൻ കൊടുക്കുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ അവിടെ ഓവറായിട്ട് ബീജിയം ഇട്ട് ചളവാക്കും. എ.ആർ. റഹ്മാന്റെ ഫാൻസ് തെറി പറയും, പക്ഷെ സത്യമാണ്. മലയം കുഞ്ഞൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സീൻസ് സൈലന്റ് ആയിട്ട് തന്നെ, നിശബ്ദമായിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ സൗണ്ട് തന്നെ അത് ആവശ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു സംഗീത സംവിധായകന് എപ്പോഴും ഉണ്ടായിരിക്കണം. സുഷിൻ ശ്യാം വളരെ വൃത്തിയായിട്ട് ചിലയിടങ്ങളിൽ ബീജിയം കൊടുത്തിട്ടേ ഇല്ലെന്നുള്ളത് തന്നെ ഒരു വലിയ പോസിറ്റീവ് ഘടകമാണ്. അതേസമയം ബീജിയം കൊടുത്ത ഭാഗങ്ങളിൽ ബീജിയം ഉണ്ടെന്ന് പോലും അറിയില്ല. അത് ആ പടത്തിലെ ആ ഒരു സിറ്റുവേഷനോ ആ ക്യാരക്ടറോ ഒക്കെ പോലെ മാത്രമേ തോന്നുകയുള്ളൂ. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഷംന ജലാലിന്റെ ക്യാമറയും എടുത്തു തന്നെ പറയണം. കുട്ടനാടും ആ വീടും മഴയും ഒക്കെ ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത് തന്നെ ഷംനാദിന്റെ ക്യാമറയുടെ ഗുണമാണ്. എഡിറ്റിംഗ് കിരൺ ദാസ് ആണ്. ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടനാട്, വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വേറൊരു നാട്ടിൽ ആ കഥ പറഞ്ഞാൽ അത്രയ്ക്ക് ശരിയാവില്ല. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉർവശി, പാർവതി എന്നീ താരങ്ങളല്ലാതെ വേറൊരു നടിമാരും ചെയ്താൽ ശരിയാവുമെന്നും തോന്നുന്നില്ല. അങ്ങനെ സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല. ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. ഈ ശരിതെറ്റുകൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അത് ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യാനോ ന്യായീകരിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും കൈയടി അർഹിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് കണ്ട ക്ലൈമാക്സുകളിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു ഇത്. ആ ഒരു ഡിസിഷനിൽ ഞാൻ ലാസ്റ്റ് കൈയടിച്ചു എന്ന് തന്നെ പറയാം. എങ്കിലും ക്ലൈമാക്സ് അങ്ങനെയേ വരികയുള്ളൂ എന്ന് തോന്നുന്ന ആ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് പോയൊരു സ്വഭാവമുണ്ട് സിനിമയുടെ. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു ഹറിബറിയായിട്ട് പോയത്, അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ വേറെ കാര്യം, അതിൻ്റെ ഒരു പേഴ്സണൽ മാത്രം പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടീസർ, ട്രെയിലർ, അതുപോലെ തന്നെ കറിയാൻ സൈനൈഡ് ഒരുക്കിയ സംവിധായകന്റെ പടം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ജോണറിനെ കുറിച്ച് ഒന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു. അതെന്താണ് ഞാൻ പറയില്ല. പലർക്കും ആ സെയിം ഫീലിംഗ് ഉണ്ടാവാം. പക്ഷേ ഈ പടം കാണുമ്പോൾ അങ്ങനെയല്ല, അതല്ല അതിൻ്റെ ഓണർ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സോ ഞാൻ ആ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ പടത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല. ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഗംഭീര സിനിമ, അതിലുപരി സിനിമ ഒരു ആർട്ടാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക്. എല്ലാ സിനിമാ പ്രേമികളും ഈ സിനിമ കണ്ടിരിക്കണമെന്ന് തന്നെ ഞാൻ പറയും. അതേസമയം ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നും ഞാൻ പറയും. ഈ മാസ് ഫിലിംസ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടമാവണമെന്നില്ല. കുറച്ച് ആർട്ട് ഹൗസ് മൂവി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ്, എന്നാൽ എന്റർടൈനിങ്ങുമാണ്. സോ മലയാള
മലയാളത്തിൽ ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച, ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. സോ കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ എഴുത്തിന്റെ മികവിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, അഞ്ജുവിനെ ലീലാമ്മ മനസ്സിലാക്കിയിടത്തോളം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല.